നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം പവർ കട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് അറിയിപ്പുകളിൽ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ റെക്കോർഡ് ഉപയോഗമാണ് കറണ്ടിൻ്റെ ഉപയോഗമുള്ളത്. ഓരോ ദിവസവും ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾ ഒരുപാട് കൂടുകയാണ്. അതുപോലെ തന്നെ ചൂടും അതിനനുസരിച്ച് കൂടുകയാണ്. ഡാമുകളെല്ലാം വറ്റിവരേണ്ട അവസ്ഥയിലേക്കും പോകുന്ന സമയത്ത് KCB ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് പവർ കട്ട്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ പവർ കട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ സർക്കാർ ഇതിന് ഔദ്യോഗികമായ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ കറണ്ട് ആവശ്യമുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. AC, അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ, ഇസ്തിരിപ്പെട്ടി മുതലായ പല ഉപയോഗങ്ങളും നമുക്ക് ആ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് കുറക്കാനും അതുമൂലം പവർ കട്ട് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ കറണ്ട് ഉപയോഗത്തിൻ്റെ മൂലമായി ഒരുപാട് ട്രാൻസ്ഫോമറുകളും മറ്റും നശിച്ചത് കൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇതിൽ ഇടപെടണമെന്നാണ് KCB ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷമായി ഇതുവരെ പവർ കട്ട്, ഔദ്യോഗികമായിട്ടുള്ളൊരു പവർ കട്ട് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ പല സമയങ്ങളിലും നമ്മുടെ വീടുകളിൽ കറണ്ട് പോകുന്നുണ്ട്. അനൗദ്യോഗികമായ പവർ കട്ടാണെന്ന് പല ആളുകളും പറയുന്നുണ്ടെങ്കിലും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് മൂലം മെഷീനിലുണ്ടാകുന്ന ഓവർ ഹീറ്റ് കാരണം പല മെഷീനുകളും നശിച്ചു പോവുകയാണ്. ഓരോ ദിവസവും 500-1000 ഇടയിലുള്ള മെഷീനുകൾ നശിച്ചു പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ KCB അറിയിച്ചത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് ബില്ല് നമുക്ക് കുറക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഈ ചൂട് കൂടുന്ന സമയത്ത് സർക്കാർ അതിന് മുൻകൈ എടുക്കില്ല നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.